ഹലോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മാർഷൽ ആർട്സ്, മിക്സ്ഡ് മാർഷൽ ആർട്സ് മാത്രമല്ല, മാർഷൽ ആർട്സ് കോമ്പാറ്റ് ലോകത്തിൽ തന്നെ ഓൾറെഡി ഒരു സൂപ്പർ സ്റ്റാർ അല്ല, ഒരു മെഗാ സ്റ്റാർ ആയിക്കഴിഞ്ഞ ഒരു താരത്തെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചർച്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ റീസെൻറ്റ് ആയിട്ടുള്ള ഫൈറ്റിൻ്റെ റിവ്യൂ ചെയ്യാൻ പോവാണ്. ഹൈലൈറ്റ്സിൻ്റെ റിവ്യൂ. ഞാൻ പറഞ്ഞു വരുന്നത് ജെർവോണ്ടെ ദ ടാങ്ക് ഡേവിസ് എന്ന ബോക്സിംഗ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു താരം എന്ന് തന്നെ പറയാം. അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതിപ്പം വളരെ ഹോട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ഫോളോ ചെയ്തേക്കുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. Deepak_Ashokan UFC മലയാളം എന്നും പേരുണ്ട്. സെയിം ചാനൽ നെയിം Deepak_Ashokan UFC മലയാളം. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാം പേജാണ്. അതൊന്ന് ഫോളോ ചെയ്യുക. വളരെ വളരെ ഹോട്ടായിട്ടുള്ള ആക്ഷൻസ്, റീൽസ് ആണല്ലോ, ക്വിക്ക് ആക്ഷൻ, അപ്പോൾ നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന കക്ഷിയെക്കുറിച്ചിട്ടാണ്. മഹാൻ എന്ന് തന്നെ പറയാം. ജെർവോണ്ടെ ദ ടാങ്ക്, വട്ടപ്പേരാണ് ടാങ്ക് എന്നുള്ളത്. ജെർവോണ്ടെ ദ ടാങ്ക് ഡേവിസ്. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ലൈറ്റ് വെയ്റ്റ്, സൂപ്പർ ലൈറ്റ് വെയ്റ്റ് കാറ്റഗറിയിലൊക്കെയാണ് കളിക്കുന്നത്. അതായത് 63 ബോക്സിങ്ങിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ വെയ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ 63.5 ആ ഒരു റേഞ്ചിൽ വരും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊച്ചു മനുഷ്യനാണ്. 5'5" എന്നുള്ളതാണ്. ഇപ്പം ഈ ഒന്നുമില്ലാത്ത നമ്മൾക്ക് പോലും ഉണ്ട് ഇദ്ദേഹത്തെക്കാളുള്ള ഹൈറ്റ് കൂടുതൽ. എനിക്കൊരു 5'7" ഉണ്ട്. ഇദ്ദേഹത്തിന് 5'5" ഈ ഒരു ഫിസിക്കും വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ ഒരു ലെവലിലേക്ക് ഉയരുന്നത്. അതായത് ഇപ്പോൾ 29-30 ഈ ഇടയ്ക്ക് ഫ്രാങ്ക് മാർട്ടിൻ എന്ന് പറഞ്ഞ ബോക്സറുമായിട്ട് അദ്ദേഹം അൺബൈറ്റഡാണ്. ഫ്രാങ്ക് മാർട്ടിൻ ആ കളി ഉൾപ്പെടെ ഇപ്പോൾ ഒരു 30 ഫൈറ്റോ മറ്റോ കളിച്ചിട്ടുണ്ട്. ഒന്നുപോലും ലോസ് ആയിട്ടില്ല. 30-0 ആണ്. എന്ന് മാത്രമല്ല, അതിനകത്ത് 28 എണ്ണവും ഇതേപോലെ KO അല്ലെങ്കിൽ TKO ആണ്. ബാക്കി 2 എണ്ണം മാത്രമേ ഡിസിഷന് പോയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാം തന്നെ അത്യുഗ്രം പെർഫോമൻസ് ആണ്. അതിൽ തന്നെ റയാൻ ഗാർസിയ, അറിയാമല്ലോ, റയാൻ ഗാർസിയ എന്ന് പറഞ്ഞ ബോക്സിംഗ് ലോകത്തെ തന്നെ സൂപ്പർ സ്റ്റാർ, ദ ഫാസ്റ്റസ്റ്റ് ഹാൻഡ്സ്, അദ്ദേഹത്തെ ഇടിച്ച് നിലംപരിശാക്കിയിട്ടുണ്ട് വെറും 7ാമത്തെയോ 8ാമത്തെയോ റൗണ്ടിൽ. അതാണ് നമ്മുടെ ജെർവോണ്ടെ ദ ടാങ്ക് ഡേവിസ്. കക്ഷി ആരാന്ന് മനസ്സിലായി കാണുമല്ലോ, തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്തു. കാരണം 5'5" പൊക്കം വെച്ച് നമുക്ക് എല്ലാവരും തന്നെ, ഫൈറ്റർ ആണെങ്കിൽ ആരാണെങ്കിലും അയ്യോ നീളം വേണം, ഹൈറ്റ് വേണം, അത് വേണം, അതില്ല. ഇദ്ദേഹത്തിന് ഒന്നുമില്ല. അതായത് ഹൈറ്റില്ല, ഈ പറയുന്ന പോലെ വലിയ സിനിമ സ്റ്റാറിൻ്റെ ലുക്കില്ല, ഒന്നുമില്ല. ജസ്റ്റ് പ്രാക്ടീസ്. ഒരു 4-5 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. അന്ന് തുടങ്ങിയ ഒരു ഹാർഡ് വർക്ക് നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ 29 വയസ്സേ ഉള്ളൂ. സ്കിൽ, ടാലൻറ്റ്, ഡെഡിക്കേഷൻ, അഗ്രസീവ്നെസ്, ഹാർഡ് വർക്ക്, അതുകൊണ്ട് ഈ ഒരു ഹൈ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് ജെർവോണ്ടെ ദ ടാങ്ക് ഡേവിസ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അടുത്തിടയ്ക്ക് 2-3 ദിവസം മുമ്പ് നടന്ന ഫ്രാങ്ക് മാർട്ടിൻ്റെ കൂടെയുള്ള ബോക്സിങ്. ഫ്രാങ്ക് മാർട്ടിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അൺബീറ്റൻ ആയിരുന്നു. 18 ഫൈറ്റ്, ഇതുവരെ ഒന്നും തോറ്റിട്ടില്ല. അദ്ദേഹത്തെ 8ാം റൗണ്ടിൽ തീർത്തു ജെർവോണ്ടെ. അപ്പോൾ ആ ഫൈറ്റിൻ്റെ ഒരു റിയാക്ഷനാണ് ഞാൻ നടത്താൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു വന്നത് റയാൻ ഗാർസിയയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5 അടി 10 ഓൾമോസ്റ്റ് 6 അടി പൊക്കം. നല്ല റീച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. റീച്ച് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അതായത് നമ്മൾ സാധാരണ ഇത് പറയുകയാണെങ്കിൽ കൈ എതിരാളിയുടെ അടുത്തേക്ക് എത്തുന്ന ആ ദൂരം, അതെല്ലാം വളരെ കൂടുതലായിരുന്നു. 18ാം കാര്യം റയാൻ ഗാർസിയ തീർത്തു കഴിഞ്ഞു. 7ാമത്തെ 8ാമത്തെ റൗണ്ടിൽ തീർത്തു. ഇപ്പോൾ റയാൻ ഗാർസിയ ജെർവോണ്ടെയുടെ വലിയ ഫാനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജെർവോണ്ടെയുടെ ലെവൽ. ഓക്കെ, 5 feet 5 ആണ് പൊക്കം. വെട്ടിക്കെട്ടാണ് മനുഷ്യനാണ്. ഓക്കെ, ചിൽ മനുഷ്യൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്ന് പെട്ടെന്ന് ഹൈലൈറ്റ്സ് ആണ്. 8 റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇതിനകത്ത് ഹൈലൈറ്റ്സ് ആണ്. പ്രീമിയർ ബോക്സിംഗ് ചാമ്പ്യൻസിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലുണ്ട് ഈ സാധനം. ജസ്റ്റ് അടിച്ചാൽ മതി, ജെർവോണ്ടെ ടാങ്ക് ഡേവിസ് വേഴ്സസ് ഫ്രാങ്ക് മാർട്ടിൻ അടിച്ച ഹൈലൈറ്റ്സ് കാണാനേ പറ്റും. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. ടെയിൽ ഓഫ് ദ ടേപ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. രണ്ടുപേരുടെയും ഫേസ് ഓഫ് നടക്കുന്നു. രണ്ടുപേരും നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഫ്രാങ്ക് മാർട്ടിൻ എന്ന് പറഞ്ഞ എതിരാളി നല്ലൊരു ഒത്ത മനുഷ്യനാണ് ഇദ്ദേഹത്തെ വെച്ച് നോക്കുമ്പോഴേ. അപ്പോൾ ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ്. ജെർവോണ്ടെ ആദ്യം തന്നെ
കൈയൊക്കെ പൊക്കി നല്ല ഗാർഡ് നല്ല ജാബ് കേട്ടോ, നല്ല ജാബ്, ബോഡിക്കിട്ടുള്ള ജാബാണ്. കുനിഞ്ഞിട്ട് ഒന്ന് ലെവൽ കുറച്ചിട്ട് ജാബ്, ലെവൽ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറച്ചിട്ട് നല്ല ഗാർഡ് കേട്ടോ, നല്ല പ്രൊട്ടക്റ്റഡ് ഗാർഡ്. ആദ്യമൊക്കെ കളിക്കും. ഇപ്പം 4ാമത്തെ റൗണ്ട് ഹൈലൈറ്റ്സ് ആണല്ലോ. അതായത് പഞ്ച് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, 1.5 പഞ്ചാണ്, 1.5 ടൺ വെയിറ്റോടുകൂടിയാണ് പഞ്ച് ചെയ്യുന്നത്. അതിപ്പോൾ ബോഡി ഷോട്ട്സ് ആണെങ്കിലും എന്താണ് നമ്മുടെ ഹുക്കാണെങ്കിലും ഫുൾ പവറോടുകൂടിയാണ് നമ്മൾ. അതെന്ന് പറഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്തതല്ല. ഞാൻ പറഞ്ഞില്ലേ 4-5 വയസ്സിൽ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. കണ്ടീഷൻഡാണ്, കുറേ നാളത്തെ അധ്വാനമാണ് കാണുന്നത്. അതായത് ഒന്ന് പുള്ളിയുടെ ജാബാണ്, അത് ഒരു ഡിഫെൻസീവ് ഇതാണ്, അത് അങ്ങോട്ട് മാറി നിൽക്കണം എന്നുള്ള രീതിയിലുള്ള ഇതാണ്. പിന്നെ പുള്ളിയുടെ ആ ഒരു പവർ പഞ്ചുണ്ട്, അതിൽ പുള്ളി ഫുൾ വെയിറ്റ് ഇട്ടിട്ടാണ് ഇടിക്കുന്നത്. അതിലാൾ താഴെ വീണ് പോകും. ഒരു 7-6 റൗണ്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹൈലൈറ്റ്സ് ആണല്ലോ. അപ്പോൾ ആ 7-6 റൗണ്ടിൽ ജെർവോണ്ടെ ഗാർഡൊക്കെ താഴെ ഇട്ടിട്ടാണ് കളിക്കുന്നത്. അത് പുള്ളി കോൺഫിഡൻസായി, പുള്ളിക്ക് മനസ്സിലായി ഫ്രാങ്ക് മാർട്ടിൻ്റെ ഹൈ ലെവൽ IQ ആണ്. എതിരാളിയുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട്, വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ടാണ്. കാരണം ഗാർഡൊക്കെ താഴെ ഇട്ടിട്ട് പുള്ളി കയറി കളിക്കുവാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പുള്ളി കൂടുതലായിട്ട് പവർ പഞ്ചസ് ത്രോ ചെയ്യുകയാണ് 7-6 റൗണ്ടിൽ. അപ്പോൾ ഈ ഒരു 6ാം റൗണ്ട് വരെ കണ്ട ഫ്രാങ്ക് മാർട്ടിൻ അല്ല, പിന്നെ പരിങ്ങാൻ തുടങ്ങുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ജെർവോണ്ടെ അടിക്കുവാണ്, കയറി ഇടിക്കുവാണ്. അതായത് എല്ലാ ആംഗിളിൽ നിന്നും പഞ്ച് വരുന്നുണ്ട്, ജാബ് വരുന്നുണ്ട്, ബോഡി ഷോട്ട് വരുന്നുണ്ട്, ഹുക്ക് വരുന്നുണ്ട്, ഓവർ ഹാൻഡ് വരുന്നുണ്ട്. നല്ല ഡിഫെൻസീവ്, നല്ല സ്റ്റൈലിഷുമാണ് ജെർവോണ്ടെ. ഫുൾ ഞാൻ പറയുന്ന ബോക്സിങ് സ്റ്റൈൽ മാത്രമല്ല, ഫൈറ്റിംഗ് സ്റ്റൈൽ മാത്രമല്ല. ഹുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ഇരുന്നുകൊണ്ട് ഫീൽ ചെയ്യും. TV കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് ഇടി കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും. ആ രീതിയിലാണ്. നല്ല രീതിയിൽ 8-6 റൗണ്ട് എത്തി. 8-6 റൗണ്ടിൽ നല്ല രീതിയിൽ പരിങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഹി സ്മെൽസ് ബ്ലഡ് എന്ന് പറയത്തില്ല, അതായത് പുള്ളിക്ക് മനസ്സിലായി ജയിക്കാൻ പോവുകയാണെന്ന്. ഒറ്റയിടി ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു, ലെഫ്റ്റ് ഹാൻഡാണ്. ഒന്നുകൂടെ ഒന്ന് കണ്ടോട്ടെ. ഫ്രാങ്ക് മാർട്ടിൻ നിലംപരിശായി, ഫ്ലാറ്റായിപ്പോയി. ഈ ഫ്രാങ്ക് മാർട്ടിൻ ജെർവോണ്ടെ വെച്ച് നോക്കുമ്പോൾ നല്ല ഹൈറ്റും ഒക്കെ ഫിസിക്കാണ് നല്ല, പക്ഷേ പുള്ളി തീർത്ത് കളഞ്ഞു. ജയിച്ചതിന് ശേഷം ജെർവോണ്ടെയുടെ സെലിബ്രേഷൻ, അതെ, ഒരു മൾട്ടിപ്പിൾ പഞ്ചിങ് കോമ്പിനേഷൻസ് ആണ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഓക്കെ, ഒരു അപ്പർ കട്ട് കൊടുത്തു, അതിൽ വീണ് പോയിരുന്നു, അതിൽ തീർന്നില്ല. പിന്നൊരു ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കട്ടെ. ജസ്റ്റ് വൺ സെക്കൻഡ് ഒന്നുകൂടെ ഏത് പഞ്ചാണ് വീണെന്നുള്ളൂ. ഒരു അപ്പർ കട്ട് കൊടുത്തു, അതിനകത്ത് വീണ് പോയി. അതെ, ഒരു ഹുക്കും ഒരു അപ്പർ കട്ട്. അതെ, ലെഫ്റ്റ് തന്നെയായിരുന്നു. ലെഫ്റ്റ് അടുത്തു നിന്നായിരുന്നു, ലെഫ്റ്റ് ദൂരെ നിന്നുള്ള സ്ട്രൈറ്റ് ആയിരുന്നില്ല. ഒരു ലെഫ്റ്റും കൂടെ കൊടുത്തപ്പോഴത്തേനും ഫ്രാങ്ക് ഒരു 3 പഞ്ചസ് ആണ്, ഹുക്ക്, അപ്പർ കട്ട്, പിന്നെ ആ അപ്പർ കട്ട് കൊടുത്ത അതേ കൈ കൊണ്ട് തന്നെ ഒരു സ്ട്രെയിറ്റ് ഫേസിങ്. ഫ്രാങ്ക് മാർട്ടിൻ ഇസ് ഫിനിഷ്ഡ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഇഫ് യു ആർ എ മാർഷൽ ആർട്ടിസ്റ്റ്, ജെർവോണ്ടെ ദ ടാങ്ക് ഡേവിസ്. കാരണം വേറെ ലെവലാണ്. ഐ തിങ്ക് ഫ്ലോയിഡ് മെയ്വെതറിനെക്കാട്ടിലും ഹൈ ലെവലാണ്. കാരണം ഈ സാധാരണ ബോക്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ വലിയ ഫിസിക്ക് അതൊക്കെയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഫിസിക്ക് ഇല്ല എന്നല്ല കേട്ടോ, ഒരു ചെറിയ ഒരു ഫയർ ക്രാക്കറാണ്. ഹൈറ്റ് കുറവാണെന്നേ ഉള്ളൂ, പക്ഷെ ആൾ ഉരുക്കാണ്, കാണുമ്പോൾ അറിയാമല്ലോ. അപ്പം ദാറ്റ്സ് ഓൾ. ബൈ ഗൈസ്. കമൻറ്റ് ചെയ്യുക, എസ്പെഷ്യലി ഇഫ് യു ആർ എ മാർഷൽ ആർട്സ് ലവർ, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാം UFC മലയാളം Deepak_Ashokan. ബൈ ഗൈസ്, ടേക്ക് കെയർ. കൂടുതൽ UFC വിശേഷങ്ങളുമായിട്ട് തൊട്ടുമുമ്പത്തെ വീഡിയോ ഇട്ടിരുന്നു, വീണ്ടും വരാം. ഓക്കെ, ബൈ.